ഇന്ന് നമ്മൾ എളമ്പള്ളൂർ ദേവീക്ഷേത്രത്തിലും പെരുമ്പുഴ ദേവീക്ഷേത്രത്തിലാണ് പോവാണേ. ഈ പെരുമ്പുഴ അമ്പലമായിട്ട് എനിക്ക് ചെറിയ ബന്ധമുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാൽ ദേവിയുടെ എൻ്റെയും പിറന്നാൾ ഒരു നാളിനാണെന്നേ. എൻ്റെ ചോറൂണ് അവിടെ വെച്ചിട്ടാണ് നടന്നത്. പണ്ടൊക്കെ നാളിൻ്റെ അന്ന് രാവിലെ അമ്പലത്തിൽ പോയി തൊഴുവായിരുന്നു കേട്ടോ. രാത്രി ഉത്സവം കാണാൻ പോകുന്നൊന്നും നടക്കൂല. നമ്മുടെ ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് ഈ രണ്ടമ്പലത്തിലോട്ടും. അതുകൊണ്ട് തന്നെ രാവിലെ ആയിരുന്നു പോയി തൊഴുക. ഇപ്പം പിന്നെ പോകാൻ പറ്റാറില്ല കേട്ടോ. അമ്പലത്തിൽ പോകണമെന്ന് എപ്പോൾ വിചാരിച്ചാലും ആളങ്ങ് ഓടി വരും. എവിടെ പോവാന്ന് ചോദിച്ചിട്ട്. ആരാന്ന് മനസ്സിലായി കാണുമല്ലോ, അതന്നെ പീരീഡ്സ്. കുറേ നാൾ കൂടി ഇരുന്നാണ് ഇന്ന് നമ്മൾ പോകണത് കേട്ടോ. നമുക്ക് പെരുമ്പുഴ അമ്പലത്തിൽ ഒരു നേർച്ച കൂടി ഉണ്ട്. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അമ്പലത്തിലേക്ക് പോകണം എന്ന് വിചാരിച്ച് ഇരിക്കുകയായിരുന്നു. രാവിലെ ഞങ്ങൾ കുളിച്ച് ചുന്ദരികളായിട്ട് നേരെ ബസ് കയറി പോയത് പെരുമ്പുഴയ്ക്കാണ്. അത് കഴിഞ്ഞാണ് എളമ്പള്ളൂർക്ക് പോയത്. ഈ രണ്ടമ്പലത്തിലും നല്ല ആംബിയൻസ് ആണെന്നേ. അവിടെ ചെന്ന് ഇരിക്കാനും പ്രത്യേക ഒരു രസവും സമാധാനവും ഒക്കെയാണ്. തൊഴുത ശേഷം നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടൊക്കെയാണ് കേട്ടോ അടുത്തടുത്തോട്ട് പോയത്. പെരുമ്പുഴ അമ്പലത്തിൽ പൂമാല മേടിച്ച് കൊടുക്കാനും വേണ്ടിയിട്ട് കടകളില്ലാത്ത കടകൾ മൊത്തവും ഞങ്ങൾ കയറി. പക്ഷെ എല്ലായിടത്തും അടവ്. അവസാനം പിന്നെ എളമ്പള്ളൂർ അമ്പലത്തിൽ പോയി അവിടെ കയറി തൊഴുത. അവിടുന്ന് മാല മേടിച്ച് വീണ്ടും തിരിച്ച് പെരുമ്പുഴയിൽ വന്ന് അവിടുത്തെ അമ്മയ്ക്ക് കൊടുക്കേണ്ടി വന്നേ. എന്താല്ലേ ദൈവങ്ങളുടെ ഓരോ കളികളെ. അത്യാവശ്യം ദൂരം ഉണ്ട് ഈ രണ്ടമ്പലവും തമ്മിൽ. എന്തായാലും മേടിച്ച് കൊടുക്കണം എന്ന് വിചാരിച്ചാൽ മേടിച്ച് കൊടുക്കാൻ തന്നെ ചെയ്യണമല്ലോ. രാവിലെ ഫുഡൊന്നും കഴിക്കാത്തത് കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പ്രിന്റ് എടുക്കാനും വേണ്ടിയിട്ട് ഷോപ്പിലോട്ടാണ് പോയത്. കുറച്ച് നേരം അവിടെ ഇരുന്ന ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ അക്ഷയയിൽ പോയി അവിടെയും കുറേ നേരം പോസ്റ്റ് അടിച്ചിരുന്ന ശേഷമാണ് വീട്ടിലോട്ട് യാത്ര ചെയ്ത്. ഇനി നമുക്ക് പുറത്ത് പരിപാടിയൊന്നുമില്ല. വീട്ടിൽ ചെന്നിട്ടാണ് ബാക്കി പരിപാടി. വീഡിയോ എടുപ്പും പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാനും ഫുഡ് കഴിക്കാനും തുണി കഴിയാനും അങ്ങനെ. പിന്നെ ഞങ്ങളൊരു വെള്ളമൊക്കെ കുടിച്ച് പതുക്കെ കാര്യം പറഞ്ഞ് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പോകുന്ന വഴിയിൽ നമ്മൾ കുരിശടിയിലും മെഴുകുതിരിയും മേടിച്ച് കത്തിച്ചായിരുന്നു. ആർക്കും പിണക്കം വേണ്ടല്ലോ അല്ലേ. ഒടുക്കലത്തെ വെയിലായിരുന്നു. പക്ഷെ വീഡിയോ കണ്ടപ്പോഴാണ് ആകാശം ഇത്രയും ഭംഗിയായിട്ട് ഇരിക്കുന്നത് ഞാൻ കണ്ടത്. കടയിൽ നിന്ന് സാധനമൊക്കെ മേടിച്ച് വെച്ചാണ് നമ്മൾ വീട്ടിലോട്ട് പോണത്. വീട്ടിലെത്തിയ ശേഷം പ്ലൂട്ടോച്ചിൻ്റെ വക സ്നേഹപ്രകടനവും പ്രത്യേകം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഫുഡൊക്കെ കഴിച്ച ശേഷം ഞാൻ കട്ടിലേക്ക് ചാഞ്ഞു. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എണീച്ചത്. അപ്പോൾ ഈ കുഞ്ഞിനി വ്ളോഗ് ഇവിടെ വെച്ച് തീരെയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തൊക്കെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരുന്നല്ലോ. അപ്പോൾ അടുത്തതിൽ കാണുന്നത് വരെ ബൈ ബൈ.